ഒരൊറ്റ നമസ്കാരം കൊണ്ട് 2 റക്അത്ത് നമസ്കാരം കൊണ്ട് 6 ലക്ഷം ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന അത്ഭുതത്തിന്റെ നമസ്കാരം. മനസ്സിൽ എന്ത് മുറാദ്, കടങ്ങളാണോ, രോഗങ്ങളാണോ, ബുദ്ധിമുട്ടാണോ, പ്രയാസങ്ങളാണോ, എന്ത് വിഷമമാണെങ്കിലും ഈ ഒരു നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താൽ ദുആക്കുത്തരം ഉറപ്പ് എന്ന് മഹാരഥന്മാർ പറഞ്ഞ ഈ വർഷത്തെ ഹാജിമാരോടൊപ്പം ഹജ്ജുമ്മമാരോടൊപ്പം നമ്മുടെ പേര് കൂടി റബ്ബ് ഹാജിയുടെ സ്ഥാനത്തിൽ ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലത്തിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന അത്ഭുതം നിറഞ്ഞ 2 റക്അത്ത് നമസ്കാരവും ആ നമസ്കാരം നമസ്കരിക്കേണ്ടത് എങ്ങനെ, ഓതേണ്ട ആയത്തുകൾ എങ്ങനെ, സൂറത്തുകൾ എങ്ങനെ എന്നുള്ള ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങൾ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഈ ചാനൽ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെ നിന്നവർ, സഹായിച്ചവർ, അല്ലെങ്കിൽ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹജ്ജിന്റെയും ഉംറയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബിബിയുടെയും സംസമിന്റെയും സഫാ മർവയുടെയും മിനയുടെയും അറഫയുടെ ഒക്കെ മഹത്വം നമ്മൾ പഠിച്ചവരാണ്, കേട്ടവരാണ്, ചെയ്തവരാണ്. അള്ളാഹു നമ്മുടെ കേൾക്കലുകളൊക്കെ അള്ളാഹു സ്വർഗത്തിലേക്ക് പോകാൻ നിദാനമാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് മറ്റൊന്ന് ഉസ്താദെ, നിങ്ങൾ ദുആരക്കണം, മരിക്കുന്നതിന് മുമ്പ് മക്കയും മദീനയൊന്ന് കാണാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമ്മുടെ കൽബ് വല്ലാതെ കൊതിക്കുന്ന സമയങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. കാരണമല്ലേ, നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മളോട് ആളുകൾ ഒന്ന് പറയും, ഉസ്താദെ നിങ്ങൾ ദുആരക്കണം, ഹജ്ജിന് പോവാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്ത്? വെറും കൂലിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ, വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, എന്നാലും ആ മനുഷ്യൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുകയാണ് ഹജ്ജിന് പോകാൻ. ചില ആളുകൾ നമ്മൾ ചിന്തിക്കൂല, നമ്മളെക്കാൾ സമ്പത്തില്ലാത്ത, നമ്മളെക്കാൾ ആഫിയത്തില്ലാത്ത, നമ്മളെക്കാൾ ആരോഗ്യമില്ലാത്ത ആളുകൾ പോലും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നു. എന്തേ? അത് റബ്ബിന്റെ തൗഫീഖാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ പോലും എന്തില്ല, നമുക്ക് ലഭിക്കില്ല. ഇപ്രാവശ്യവും എത്രയോ ആളുകൾ ഹജ്ജിന് അപേക്ഷിച്ചു, അവരെ പൈസയുണ്ട്, പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തു വന്നില്ല, റബ്ബിന്റെ തൗഫീഖ് വന്നിട്ടില്ല. അത് നമ്മുടെ മനസ്സിന്റെ വല്ലാത്ത നൊമ്പരമാണ്. ഒരാളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന്റെ അമലുകൾ കേൾക്കുമ്പോൾ, ഹജ്ജിന്റെ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ, പോയിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത വിങ്ങിപ്പോകും. പടച്ചോനെ, പലപ്പോഴും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. ഇപ്രാവശ്യവും ഈ വെള്ളിയാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും പെരുന്നാളിന്റെ തലേന്ന് വെള്ളിയാഴ്ചയൊക്കെ ഞാൻ എൻ്റെ പള്ളിയിൽ എറണാകുളം ജില്ലയുടെ കളമശ്ശേരി ബദറുദ്ദീൻ ജുമാ മസ്ജിദിൽ പോയപ്പോൾ എന്നോടൊന്ന് സങ്കടം പറഞ്ഞു, ഉപ്പമാരും ഉസ്താദെ ഞങ്ങൾ പ്രൈവറ്റിൽ പോകാൻ അപേക്ഷിച്ചവരാ, എല്ലാം ആഗ്രഹിച്ചിരുന്നതാ, സമയമാകുമ്പോൾ പോകാൻ കഴിഞ്ഞില്ല, വല്ലാത്തൊരു വേദന ഉണ്ട് ഉസ്താദെ, നിങ്ങൾ ദുആരക്കണം. അതവരുടെ സങ്കടമാണ്, അവരുടെ ആഗ്രഹം സഫലീകരണത്തിന് സമയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമ്പത്തില്ല, പോകാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പോകലാണ് ഖൈർ, നമ്മുടെ ആഗ്രഹം അത് തന്നെ. എന്നാൽ ഈ വർഷം ഹജ്ജ് ചെയ്ത ലക്ഷോപലക്ഷം ഹാജിമാരുടെ കൂടെ, ഹജ്ജുമ്മമാരുടെ കൂടെ എൻ്റെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലെ ഉമ്മമാരും സ്ഥാനം പിടിക്കാൻ പോവുകയാണ്, വാപ്പമാര് സ്ഥാനം പിടിക്കാൻ പോവുകയാണ്, സഹോദരിമാര് സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ, നമ്മൾ വീട്ടിൽ ഒരു അമൽ ചെയ്താൽ, ഒരു നമസ്കാരം നിർവഹിച്ചാൽ ഉറപ്പായും 6 ലക്ഷം ഹജ്ജ്. സുബ്ഹാനല്ലാഹ്, ആയുസ്സിൽ ഒരെണ്ണം ചെയ്യാൻ കഴിയും നമുക്കറിയില്ല, എന്നാൽ 6 ലക്ഷം ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന അത്ഭുതകരമായൊരു പ്രതിഫലം തരുന്ന ഒരു നമസ്കാരം നമ്മുടെ വീട്ടിൽ നിർവഹിക്കാനുണ്ട്. ബഗ്ദൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ്. ആരാ പറയുന്നത്? ഇത് ഹദീസിലുണ്ടോ, സ്വഹീഹിലുണ്ടോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. മഹാരഥന്മാർ ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മഹാരഥന്മാർ ഒരുപാട് ഔറാദുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മഹാരഥന്മാർ ഒരുപാട് സ്വലാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മഹാരഥന്മാർ ഒരുപാട് നമസ്കാരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മഹാരഥന്മാർ ഒരുപാട് നല്ല അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തായ് വഴിയിൽ നിന്നും, പ്രവാചക പരമ്പരയിൽ നിന്നും, അനുചരന്മാരിൽ നിന്ന്, സുഹാബത്തിൽ നിന്നും അടർത്തിയെടുത്ത, പഠിച്ചെടുത്ത അമലുകൾ കൊണ്ട് മഹാനായ അലി ഇബ്നു മുഹമ്മദ് അൽ ഖസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു അമലാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ നമസ്കാരം എല്ലാവർക്കും ചെയ്യാൻ കഴിയും. എല്ലാവർക്കും കഴിയും ഇൻഷാ അല്ലാഹ്. അതിനൊരു എളുപ്പ വഴിയും കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ നമസ്കാരം നിർവഹിച്ച് ഏതൊരു ആവശ്യത്തിന് വേണ്ടി എന്താഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്, ഹലാലായ മുറാദാണോ, ഈ അമൽ ചെയ്തിട്ട് നിങ്ങൾ ദുആരന്നാൽ അവന് ഉടനടി ഇജാബത്ത് കിട്ടുമെന്ന് മഹാരഥന്മാർ, അനുഭവങ്ങളാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. അവർ അനുഭവത്തിലൂടെ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് സാധാരണ മഗ്രിബിന് ശേഷം സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. മഗ്രിബിന്റെ സുന്നത്ത്
നമസ്കാരം നമ്മൾ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് നമ്മൾ നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരം കൂടാതെ മഗ്രിബിന് ശേഷമുള്ള സാധാരണ സുന്നത്ത് നമസ്കാരങ്ങളെ കൂടാതെ 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. 2 റക്അത്ത് വേറെ പേരുകളൊന്നുമില്ല. മഗ്രിബിന് ശേഷം നമ്മൾ നിസ്കരിക്കാണ്, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നിയത്ത് വെക്കാണ്. നിയത്ത് വെച്ച് അല്ലാഹു അക്ബർ കൈകെട്ടി നമ്മൾ സാധാരണ നമസ്കരിക്കുന്നത്. വജ്ജഹതു വജ്ഹിക ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനസുക്കി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന വജ്ജഹത്ത് നമ്മൾ പൂർണ്ണമായും പാരായണം ചെയ്യണം. വജ്ജഹത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഫാത്തിഹത്തുൽ കിതാബ്, ഉസ്താദ് അതേതാ ഫാത്തിഹ? സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യും. നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്താൽ സാധാരണ നമസ്കാരങ്ങളാണെങ്കിൽ അറിയാവുന്നൊരു സൂറത്ത് ഓതിയാൽ അവിടുത്തെ നിയമം ബാധകമാകും, പൂർണ്ണമാകും. ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാകും. ഓതലിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞുള്ള നിൽക്കലിന്റെ ഖിയാമിന്റെ ആരാധനയുടെ കർമ്മങ്ങൾ പൂർത്തിയാകലാണ്. എന്നാൽ ഈ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറയുടെ 10 ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ 10 ആയത്തുകൾ ഉസ്താദെ കാണാതറിയില്ല, നമുക്ക് കണ്ടോതാം. ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഇവിടെ ഇങ്ങനെ വെറുതെ നിസ്കാരത്തിൽ കോട്ടം വരത്തിൽ നോക്കി വായിക്കും. പ്രശ്നമില്ല. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. കാണാത്തവർക്ക് കണ്ടോതാൻ മസാലയുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ 10 ആയത്ത് ഏതാണ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. ഈ പരിശുദ്ധമായ ആയത്ത് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 10 ആയത്ത്. അതിനുശേഷം ആയത്തു സഹ്റ. ചില ആയത്തുകളുണ്ട്, ആയത്തുകൾ ചില പേരുകൾ ഖുർആനിൽ കാണാം. ആയത്തു സഹ്റ എന്നൊരു ആയത്തുണ്ട് എന്ന് ചില ആയത്തുകളുണ്ട്. ആയത്തുകൾക്ക് ആയത്തു സഹ്റ എന്നാണ് പറയുക. നമുക്ക് ഷിഫാഇന്റെ ആയത്തുകൾ നമ്മൾ പറയും ഇല്ലേ? അതുപോലെ ആയത്തു സഹ്റ എന്ന ആയത്തുണ്ട്. ഏതാണ് അത്? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫിലെ 54, 55, 56 3 ആയത്തുകൾക്ക് ആയത്തു സഹ്റ എന്ന പേര് പറയാറുണ്ട്. ഏതാണ് ആ സൂറത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين ادعوا ربكم تضرعا وخفيا إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. ഈ 3 ആയത്ത് ഓതുക. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 10 ആയത്ത്, ആയത്തു സഹ്റ സൂറത്തുൽ അഅ്റാഫിലെ 54, 55, 56 3 ആയത്ത് ഓതി ശേഷം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഖുർആനിലെ ചെറിയ ആയത്ത് സൂറത്തുകൾ ഒന്നായ സൂറത്തുൽ ഇഖ്ലാസ്, അത്ഭുതത്തിന്റെ മഹാത്ഭുതം. ഈ സൂറത്ത് ഓതുക. എത്ര വട്ടം? 15 വട്ടം. നമുക്കെല്ലാവർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് നമ്മൾ പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് 15 വട്ടം. ഇവിടെ നേരെ റുക്കൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദ്, ഇടയിൽ നമ്മൾ ഇരിക്കുക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എഴുന്നേറ്റ് വരിക, എന്നിട്ട് നേരെ നമ്മുടെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തതിന് ശേഷം ആയത്തുൽ കുർസി, അതറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹു വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇത് നമ്മൾ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യാനുള്ളത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്. നമുക്കറിയാം ആമന റസൂലാണ്. എന്നാൽ ആ അവസാനത്തെ 3 ആയത്ത് ഏതൊക്കെയാണ്? 284, 285, 286 3 ആയത്ത് ഏതൊക്കെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗഫ്റാനക ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇത് നമ്മൾ പാരായണം ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യത്തെ റക്അത്തിൽ ഓതിയതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 15 വട്ടം പാരായണം ചെയ്യുക. അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കുക. സലാം വീട്ടിയതിനു ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഏതൊരു ഹലാലായ മുറാദിനാണോ നിങ്ങൾ ഇത് ചെയ്തത് ഉറപ്പായും അത് നിറവേറ്റി തരുമെന്ന് മഹാരഥന്മാർ അനുഭവങ്ങളുടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മാത്രമല്ല കുത്തിബ ലഹു ബികുല്ലി സ്വലാത്തിൻ 600 അൽഫി ഹജ്ജ്. എല്ലാം കൂടിയല്ല, ഓരോ നമസ്കാരത്തിനും ഇന്ന് നിസ്കരിച്ച ഇന്നത്തെ കൂലി, നാളെ നിസ്കരിച്ച നാളത്തെ കൂലി, അങ്ങനെ ഓരോ നമസ്കാരത്തിനും 6 ലക്ഷം ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ. അൽഹംദുലില്ലാ. ഇതിൽക്കുള്ള എന്ത് പ്രതിഫലമാണ് ഉമ്മമാരെ? ഇതൊന്ന് പതിവാക്കുള്ളൂ. ഉസ്താദ് ഇത്രയൊക്കെ സൂറത്ത് എങ്ങനെയാ കഴിയുമ്മ? ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഒരു പേപ്പർ അങ്ങോട്ട് എഴുതുമ്പോൾ ഒതുണ്ടായിരിക്കുക, അശുദ്ധി ഉണ്ടാതിരിക്കുക, ശുദ്ധി ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ മര്യാദകൾ വലിച്ച് എഴുതി വെക്കുക. നമ്മൾ നമസ്കരിക്കാണ്, ആ പേപ്പർ ഇങ്ങനെ എടുക്കുക. നമ്മൾ നിസ്കാരത്തിൽ അനക്കം കൂടുതൽ വരാതെ ഇങ്ങനെ നോക്കി പാരായണം ചെയ്യുക. അതിങ്ങനെ കയ്യിൽ വെച്ചേക്കുക. വീണ്ടും അള്ളാഹുവിന് അറിയാലോ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും. നമസ്കാരത്തിന് കോട്ടം വരാത്ത രീതിയിൽ നോക്കിയത് പാരായണം ചെയ്യാം. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്തുകൾ പലതും ആയത്തുകൾ പലതും നമുക്ക് അറിയാവുന്നതാണ്, അറിയാവുന്ന സൂറത്തുകളാണ്. സൂറത്തുൽ ബഖറ നമുക്കറിയാം, ആയത്തെ 10 ആയത്ത് നമുക്ക് മിക്കവർക്കും കാണാപ്പാടമാണ്. അതുപോലത്തെ ഇഖ്ലാസ് നമുക്കറിയാം, അതുപോലെ ആമന റസൂൽ നമുക്കറിയാം. ആകെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ആയത്തു സഹറത്തിന്റെ 3 ആയത്തുകളാണ്. അത് പഠിക്കാൻ മനസ്സ് വെച്ചാൽ കഴിയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അറിയാത്ത ആയത്തുകൾ എഴുതി വെച്ച് ഓതിയാൽ മതിയല്ലോ, ഫുള്ളിങ്ങനെ എഴുതി വെക്കണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ നമസ്കരിക്കും, ഉറപ്പായും പ്രതിഫലം കിട്ടും. ആ നമസ്കാരത്തിന് ശേഷം ഈ സാധുവിനെയും സാധുവിന്റെ കുടുംബത്തെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾ ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ വിനീതന് നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറൻ തീരം എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് മഹാന്മാരുടെ ചരിത്രം, ഇന്നലെ നമ്മൾ ഇബ്രാഹിമിന്റെ ചരിത്രം പറഞ്ഞതാണ് അൽഹംദുലില്ലാ. അതുപോലെയുള്ള ചരിത്രങ്ങൾ പാടിപ്പറയലാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ലിങ്ക്, ആ ചാനലിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൂടെ നിങ്ങൾക്ക് ലിങ്ക് കയറാം. അതിലൂടെ കമന്റിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാം. അതിലൂടെ ചാനൽ നിങ്ങൾക്ക് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.